എല്ലാവർക്കും നമസ്കാരം. പിങ്കി സ്റ്റേറസ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് എണ്ണക്കുപ്പികൾ എങ്ങനെ നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം നോക്കാം. അപ്പോൾ വീട്ടിൽ സൺഫ്ലവർ ഓയിലൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ സൺഫ്ലവർ ഓയിൽ കൊഴിച്ച് വയ്ക്കുന്ന കുപ്പികളിലൊക്കെ ഒരു പശപശപ്പ് പോലെയോ അല്ലെങ്കിൽ ഒരു ഒട്ടിപ്പിടിക്കുന്ന പോലെയൊക്കെ വരാറുണ്ട്. പലപ്പോഴും അത് ക്ലീൻ ചെയ്യാനൊക്കെ പലർക്കും ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. അപ്പോൾ നമുക്കിന്ന് സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ അതുപോലുള്ള ഓയിലുകളൊക്കെ ഒഴിച്ച് വെക്കുന്ന കുപ്പികൾ എങ്ങനെ വൃത്തിയാക്കാം നോക്കാം. ഇത് ഞാൻ വീട്ടിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് വെച്ചിരുന്ന കുപ്പിയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് എണ്ണ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ നമുക്കൊരു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് അതൊന്ന് നന്നായി തുടച്ചെടുക്കാം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ടിഷ്യൂ പേപ്പർ ഇല്ലെങ്കിൽ സാധാരണ ന്യൂസ് പേപ്പർ ഉപയോഗിച്ച് ഇത് നന്നായി തുടച്ചെടുക്കണം. അതിലൊട്ടും എണ്ണയില്ലാത്ത പോലെ തുടച്ചെടുക്കുക. അപ്പോൾ ഈ കുപ്പി കുറച്ച് അധികം നാൾ പഴക്കമുണ്ട് കേട്ടോ. കാരണം ഞാനത് ഉപയോഗിക്കാറില്ല. ഒരിടയ്ക്ക് സൺഫ്ലവർ ഓയിൽ വാങ്ങുമായിരുന്നു, ഇപ്പോൾ അത് നിർത്തി. അപ്പോൾ ഞാൻ ഈ കുപ്പി ഇങ്ങനെ കഴുകാതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് കാരണം അത്യാവശ്യം നല്ല പൊടിയും ഉണ്ട് ഇതിൽ. ഇതിൻ്റെ അടപ്പിലൊക്കെ അത്യാവശ്യം നല്ല പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായി തുടച്ചെടുക്കണം. അതിൻ്റെ സൈഡിലൊക്കെ ആയിട്ട് അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ടിഷ്യൂ പേപ്പർ കൊണ്ട് എത്രത്തോളം തുടച്ചെടുക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് തുടച്ചെടുക്കുക. അതിനുശേഷം ഇതൊരു വലിയ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. കുപ്പിയുടെ അടപ്പും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ പൊട്ടുന്ന കുപ്പിയാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇതുപോലുള്ള ടപ്പർ വെയറിൻ്റെ കുപ്പിയൊക്കെ ആണെങ്കിൽ നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തിളച്ച വെള്ളമല്ല, എന്നാലും അത്യാവശ്യം നല്ല ചൂടുള്ള വെള്ളം ഞാനിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ കുപ്പി മുങ്ങാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒഴിച്ച വെള്ളം കുപ്പി മുങ്ങാൻ പാകത്തിനില്ല. അപ്പോൾ ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കണം. അതിന് മുന്നായിട്ട് ഞാനതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഡിഷ് വാഷാണോ ഉള്ളത് ആ ഡിഷ് വാഷ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ കുപ്പി മുങ്ങാൻ പാകത്തിന് ഫുൾ വെള്ളം ഒഴിച്ച് നിറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വിനാഗിരിയും കൂടി ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ വിനാഗിരി ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ കുപ്പിയിലുള്ള പശപശപ്പ് പോലെയുള്ളതൊക്കെ പോയി കിട്ടും, നല്ലോണം കുപ്പി ക്ലീൻ ആവുകയും ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വിനാഗിരി ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ കയ്യിൽ ഡിഷ് വാഷ് ഇല്ല, ഡിഷ് സോപ്പാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ സോപ്പ് ജസ്റ്റ് വെള്ളത്തിലൊക്കെ ഒന്ന് കലക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാം. അതും അല്ലെങ്കിൽ സോപ്പ് പൊടി ചേർത്ത് കൊടുക്കാം. സോപ്പ് പൊടി ഇട്ട് നമ്മളിത് കഴുകിയെടുക്കുമ്പോൾ നന്നായിട്ട് ക്ലീൻ ആവും, പക്ഷേ അതിൻ്റെ ആ ഒരു സ്മെല്ല് കുപ്പിക്കുണ്ടാവും. അപ്പം അതുകൊണ്ട് സോപ്പ് പൊടി ചേർക്കുമ്പോൾ ഒന്ന് ആലോചിച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പം ഞാനിപ്പോൾ അടപ്പൊക്കെ ഒരു സ്ക്രബ്ബ് വെച്ചിട്ട് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ സൈഡിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്ക് അതുപോലെ എണ്ണമയമൊക്കെ നന്നായിട്ട് കളയാൻ വേണ്ടിയിട്ട് ഒരു സ്ക്രബ്ബ് വെച്ചിട്ട് സ്ക്രബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ എക്സ്ട്രാ ഡിഷ് വാഷ് ഒന്നും എടുത്തിട്ടില്ല. നമ്മൾ ആ വെള്ളത്തിൽ ഒഴിച്ചിരുന്ന അത്രയും മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ക്യാപ്പൊക്കെ മാറ്റി നന്നായിട്ട് ആ ബോട്ടിലിലെ അടപ്പ് ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി ഉള്ളിലും ഇത് നന്നായിട്ടൊന്ന് സ്ക്രബ്ബർ വെച്ചിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. അപ്പോൾ എൻ്റെ ഈ കുപ്പിയുടെ ഉള്ളിൽ നമുക്ക് കൈ ഇറക്കാനായിട്ട് സാധിക്കും. വാവട്ടമുള്ള കുപ്പിയാണ്. അപ്പോൾ നിങ്ങളുടെ കുപ്പി ചിലപ്പോൾ വാവട്ടം ഇല്ലാത്ത കുപ്പിയാണെങ്കിൽ ബോട്ടിലൊക്കെ ക്ലീൻ ചെയ്യാനുള്ള ബ്രഷ് ഉണ്ടല്ലോ, ആ ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ കുപ്പികൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ടൊരു ബ്രഷ് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇത് നന്നായിട്ട് സ്ക്രബ് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതിൻ്റെ സൈഡിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നുണ്ടാവും, അതുപോലെ അഴുക്കുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കളയാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ അഴുക്കുകളൊക്കെ കളയാം. അപ്പോൾ ഇങ്ങനെ ക്ലീനിങ് പർപ്പസിന് വേണ്ടിയിട്ട് ഒരു ടൂത്ത് ബ്രഷ് എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലെ അഴുക്കുകളൊക്കെ കളഞ്ഞെടുക്കാൻ പറ്റും. അപ്പോൾ ബ്രഷ് വെച്ച് മാത്രമേ ഇതിൻ്റെ സൈഡിലുള്ള അഴുക്കുകളൊക്കെ നമുക്ക് കളയാൻ പറ്റുള്ളൂ, അല്ലാതെ സ്ക്രബ്ബർ വെച്ച് കളയാൻ പറ്റില്ല സൈഡിൽ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഇരിക്കുന്ന ഭാഗത്ത്. അപ്പോൾ ബ്രഷ് വെച്ച് നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക. അപ്പോഴേക്കും അതിൻ്റെ അഴുക്കുകളൊക്കെ നന്നായി പോയി കിട്ടും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കുപ്പിയൊക്കെ നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. ഇതിൽ എണ്ണമയവും അതുപോലെ അഴുക്കുകളും ഒക്കെ നന്നായി പോയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിലായിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചതിൻ്റെ ഒരു പാട് മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാ ഭാഗവും നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സ്റ്റിക്കറിൻ്റെ ഭാഗം അധികം റബ്ബ് ചെയ്തിട്ടില്ല, കാരണം നമ്മൾ സ്ക്രബ്ബർ വെച്ചിട്ട് ഒത്തിരി ഉരച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ പാട് വീഴുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ഉരച്ചിട്ടില്ല. അപ്പോൾ ബാക്കി എല്ലാ ഭാഗവും നന്നായിട്ട് വൃത്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നിങ്ങൾ എണ്ണക്കുപ്പികളൊക്കെ കഴുകിയെടുക്കുകയാണെങ്കിൽ നല്ല ക്ലീനായി കിട്ടും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ പറയാനും മറക്കരുത്. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.